ഒരു 6 വർഷം മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ കയറി വരുന്നത്. പരിചയപ്പെട്ടു. പ്രായമുള്ളൊരു ആളായിരുന്നു, ഒരു കാക്കയായിരുന്നു. 23 വർഷമായിട്ട് അബുദാബിയിലെ ഒരു വീട്ടിലെ ഡ്രൈവറായി ജോലി ചെയ്ത ആൾ. ആ വീട്ടിലെ ബാവ മരിച്ചപ്പോൾ അയാൾ പണി പോയി. വേറെ പണി നോക്കാൻ വേണ്ടി വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ ഇവിടെ എത്തിയതാണ്. പ്രായം, അയാൾക്ക് കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്ന വീട്ടുകാരാണെങ്കിൽ രാത്രി സമയത്താണ് പുറത്തിറങ്ങുക. 10 മണി കഴിഞ്ഞ് പോയി രാത്രി 1 മണി 2 മണിക്ക് തിരിച്ചു വരുന്ന ഇയാൾക്ക് രാത്രികളിൽ പ്രായം കാരണം കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് ഇയാൾ പല പ്രാവശ്യവും ഡിവൈഡറിൻ്റെ മുകളിലേക്ക് വണ്ടിയൊക്കെ കയറ്റിയിട്ടാണ് ഓടിക്കുക. അവർ പേടിച്ച് ഇയാളെ വീണ്ടും നിങ്ങൾ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ചില സമയങ്ങളിലൊക്കെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ ജോലിയൊക്കെ അന്വേഷിച്ച് എവിടെയും ശരിയായില്ല. അയാൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടുകാരെ വിളിച്ച് പണിയൊന്നും സെറ്റായില്ല, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ശരിയായില്ലെങ്കിൽ ഒമാനിലേക്ക് പോയിക്കൂടെ എന്നാണ്. പ്രായം 60 കഴിഞ്ഞ ഒരു മനുഷ്യനോട്. ഇയാൾ 23 വർഷം അബുദാബിയിൽ പണിയെടുത്തപ്പോൾ രാജാവിനെ പോലെയായിരുന്നു ജീവിച്ചത്. ഇയാളും ഇയാളുടെ വീട്ടുകാരും വലിയ വീടുണ്ടാക്കി, 2 നില വീട്, 5 ബെഡ്റൂം, 5 ബെഡ്റൂമിൽ AC സൗകര്യങ്ങൾ, 5 പെൺമക്കൾ, 4 ആളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരാൾ ബാക്കിയുണ്ട്. പക്ഷേ ആ നാട്ടിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് പെൺകുട്ടികളെ കെട്ടിയവർ അവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു അതിനെന്താ, അവരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടത് അവരൊക്കെ കൊണ്ടുവരില്ലേ, നിങ്ങൾ അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു രാവിലത്തെ നാസ്ത കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്, അത് ഞാൻ എങ്ങനെ കണ്ടെത്തും. അങ്ങനെ അവസാനം അയാൾ ഇവിടെ നിന്ന് നാട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണ്, പണിയൊന്നും ശരിയായില്ല. 23 വർഷം ഒരു ടീമായിട്ട് പരക്കാർ മൊത്തം വണ്ടിയൊക്കെ വിളിച്ച് ഇയാളെ സ്വീകരിക്കാമെന്നെങ്കിൽ ആ പോക്കിൽ അയാളെ ആരും പരിഗണിച്ചില്ല. അയാൾ എയർപോർട്ടിൽ ഇറങ്ങി എന്നെ ഒന്ന് വിളിച്ചു, മെസ്സേജ് അയച്ചു, ഞാനിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, എന്നെ ആരും കൂട്ടാൻ വന്നിട്ടില്ല, പുറത്ത് നല്ല മഴയാണ്, വല്ല ട്രെയിനോ ബസ്സിലോ കയറി പോകണമെന്ന്.